Hi everyone, welcome to Logic System Designed by Nino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് T flip-flops പറ്റിയാണ്. Okay, then previous classes we have already discussed about the SR flip-flop, D flip-flop and also about the JK flip-flop. If we want to store a 0 or 1, we can use this D flip-flop. അതായത് നമുക്കൊരു 0 അല്ലെങ്കിൽ ഒരു 1 സ്റ്റോർ ചെയ്യണം. Another application until we can use this D flip-flop, and the disadvantage of this D flip-flop is that it has only a single input. Then after input D input so we can apply only two combinations. Or input pin two combination apply so two set of operation possible. We can either store a 0 or store a 1. Okay, another application we can choose this D flip-flop. Okay, then your D flip-flop compare your SR flip-flop there are two inputs S and R. Two inputs are four combinations input apply your SR flip-flop use we can store 0 or 1, or in a particular input combination it will retain the previous output. SR is equal to 0 0 it will act as a memory element and it will retain the previous output itself. Okay, then 0 1 കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു reset action, അതായത് SR flip-flop will store a 0 and when it is equal to 1 0 it will store a 1. Then when it is equal to 1 1 it will produce a invalid state. Okay, that was the disadvantage of SR flip-flop. അതായത് നമ്മൾ SR flip-flopൽ രണ്ട് ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു. രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 4 കോമ്പിനേഷൻസ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യാം. സോ ദർ ഷുഡ് ബി 4 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, 4 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതാണ് ഈ ഒരു SR flip-flop. പക്ഷേ നമുക്കറിയാം അതിൻ്റെ ലാസ്റ്റ് കോമ്പിനേഷൻ, അതായത് രണ്ട് ഇൻപുട്ടും 1 1 കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഗോസ് ടു ആൻ ഇൻവാലിഡ് സ്റ്റേറ്റ്. അതിൻ്റെ രണ്ട് ഔട്ട്പുട്ടും, അതായത് ഒറിജിനൽ ഔട്ട്പുട്ടും കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ടും സെയിം സ്റ്റേറ്റിൽ എത്താണ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇൻവാലിഡ്. സോ ലാസ്റ്റ് കോമ്പിനേഷൻ, അതായത് SR ഈസ് ഈക്വൽ ടു 1 1 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ നമുക്ക് SR flip-flopനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് വാസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് SR flip-flop. ആ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓവർകം ചെയ്തിരുന്നത് JK flip-flop യൂസ് ചെയ്തിട്ടായിരുന്നു. JK flip-flop കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ആക്ട് ലൈക്ക് ദിസ് SR flip-flop എക്സെപ്റ്റ് ദാറ്റ് വി ക്യാൻ അപ്ലൈ എ കോമ്പിനേഷൻ 1 1 at the JK input. JK flip-flopസിനകത്ത് രണ്ട് ഇൻപുട്ടാണുള്ളത്, J and K. അതുകൊണ്ട് തന്നെ 4 കോമ്പിനേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യൂസിങ് ദിസ് JK flip-flop all these combinations perform the same operation. അതായത് 0 0 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ it will act as a memory. That is, it will retain the previous content. 0 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു 0 ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. That is, the flip-flop is reset. 1 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് it will store a 1. Okay, that is, the flip-flop will be set. ഇനി 1 1 എന്നൊരു കോമ്പിനേഷനാണ് ഞാൻ JK flip-flopനകത്ത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടോഗിൾ, അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് കണ്ടീഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്, അതായത് കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രീവിയസ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതായത് whenever JK is equal to 1 1 we will get the output as the complement of the previous one. That is, toggling എന്നുള്ളൊരു ആക്ഷൻ ആണ് ഇവിടെ 1 1 എന്നുള്ളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും JK flip-flopൻ്റെ കേസിൽ. അതായത് JK flip-flop eliminate the disadvantage of SR flip-flop by making this a വാലിഡ് കോമ്പിനേഷൻ. അതായത് 1 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടോഗ്ലിംഗ് അല്ലെങ്കിൽ റേസിംഗ് എന്നുള്ളൊരു ആക്ഷനാണ് അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ദാറ്റ് വാസ് അബൌട്ട് ദ JK flip-flop. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഫ്ലിപ്പ്-ഫ്ലോപ്പാണ് T flip-flop ഓർ ടോഗിൾ ഫ്ലിപ്പ്-ഫ്ലോപ്പ്. ഈ ഒരു ടോഗിൾ ഫ്ലിപ്പ്-ഫ്ലോപ്പ് പറഞ്ഞാൽ ഈ ഒരു JK flip-flopനകത്ത് നമുക്കറിയാം 4 കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അറിയാം അല്ലേ. 0 0 0 1 1 0 ആൻഡ് 1 1. ഈ ഒരു 1 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QN+1 is equal to QN bar. അതായത് JK is equal to 1 1 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രീവിയസ് ഔട്ട്പുട്ട്. ഇതിനെയാണ് ടോഗ്ലിംഗ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഈ ഒരു ടോഗ്ലിംഗ് ആക്ഷൻ മാത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ വി ക്യാൻ യൂസ് ദ T flip-flop. ആൻഡ് ദിസ് T flip-flop ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ JK flip-flop ജസ്റ്റ് ബൈ ജോയിനിങ് ദ J and K ഇൻപുട്ട്സ് ഇൻ ടു എ സിംഗിൾ ഇൻപുട്ട് ആൻഡ് ദാറ്റ് ഇൻപുട്ട് വിൽ ബി T. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. This is the symbol of a JK flip-flop and it is a corresponding truth table. Now we are going to derive a T flip-flop ഫ്രം ദിസ് JK flip-flop. അതായത് ഒരു JK flip-flop എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഒരു JK flip-flopനകത്തെ ടോഗ്ലിംഗ് സ്റ്റേറ്റ്, എന്താണ് ടോഗ്ലിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? വിത്ത് ദ പ്രസൻസ് ഓഫ് ക്ലോക്ക് whenever we are applying 1 1 in the J and K input we will get an output such that it will be the complement of previous output. അതായത് ക്ലോക്ക് 1 ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ J and K is equal to 1 1 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രീവിയസ് ഔട്ട്പുട്ട്. പ്രീവിയസ് ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. ഇതിനെയാണ് നമ്മൾ ടോഗ്ലിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇതാണ് ടോഗ്ലിംഗ് കണ്ടീഷൻ വരുന്നത്. ഈ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടോഗ്ലിംഗ് സ്റ്റേറ്റ് മാത്രം യൂട്ടിലൈസ് ചെയ്യുന്നൊരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദിസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫ്രം ദിസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം J ആൻഡ് K എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്സ് 1 ആയിരിക്കുന്ന ടൈമിലാണ് ഇവിടെ ടോഗ്ലിംഗ് നടക്കുന്നത്. അതായത് J ആൻഡ് Kയിൽ സെയിം വാല്യൂ, അതായത് 1 വരുന്ന സമയത്താണ് ടോഗ്ലിംഗ് നടക്കുന്നത്. സോ വി ക്യാൻ ജോയിൻ ദീസ് ടു ഇൻപുട്ട്സ് ടുഗദർ. J and K are joined together into a single input and it is taken out as T input. Okay, then this clock is also taken out. Okay, this pin will be for the clock signal. Then it will act as a T flip flop. അതായത് നമുക്ക് T flip flopൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരാൻ നോക്കാം. There is only a single input T along with the clock input. Then output sections consider ആണെങ്കിൽ there are two outputs and I am representing this main output as Qn plus 1. Then whenever the clock is equal to 0, what will happen? Clock 0 ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അറിയാം, ഇതിന് ഇൻറ്റേർണലി ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വരുന്നത് അല്ലേ. ദെൻ ക്ലോക്ക് 0 ആണെങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക? The output will be equal to the previous output. Okay, then clock 0 ആണെങ്കിൽ irrespective of the T input, the output will be equal to the previous output. Okay, then next case consider the clock is present and T is equal to 0. T is equal to 0 apply ചെയ്യുന്ന സമയത്ത് this 0 will be available. This 0 will be available both at the J input and K input. That is JK is equal to 0 0. That is ഈ ഒരു particular combination ആണ് വരുന്നത്. We know that the flip flop will act as a memory element and the output is equal to previous output Qn. Okay, that is the output is equal to Qn. Then the next case consider ചെയ്യാം, clock is equal to 1, we can apply a 1 at the T input. Okay, അതായത് നമ്മൾ T ഇൻപുട്ടിൽ 1 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഉണ്ടാവുക? If T is equal to 1, then J is equal to 1, K is equal to 1. Then what will happen? This combination will arise. Then what will happen? The output will toggle from the previous value. That is, the output will be equal to Qn bar. Okay, this is the truth table corresponding to the T flip flop. Okay, അതായത് ഈ ഒരു T ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം T എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിന് രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് വരുന്നത്. ഐദർ ഇറ്റ് വിൽ ബി 0 ഓർ ഇറ്റ് വിൽ ബി 1. ഈ ഒരു T ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദിസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി റീറ്റെയിൻ ഇൻ ദ പ്രീവിയസ് വാല്യൂ ഇറ്റ് സെൽഫ്. Then if we are applying a 1 at the T input, it will toggle. That is the toggle flip flop. Okay, then ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. There will be a single input T along with the clock input CP. Then the outputs are Q and Q bar. Okay, this is the symbol of a T flip flop. It is a single input flip flop, toggle flip flop. Whenever T is equal to 0, we will get the previous output Qn. Whenever T is equal to 1, we will get the Qn bar at this output pin. Okay, now let's see the characteristic table of this T flip flop from this truth table. ഈ ഒരു ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വി നോ ദാറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ പ്രെഡിക്റ്റ് ദ next output depending on the previous output and the present input. അതായത് ക്യാരക്ടറിസ്റ്റിക് ടേബിളിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നൊരു ഇൻഫർമേഷൻ അല്ലേ. അതായത് Qn+1 എന്നാണ് ഞാൻ നെക്സ്റ്റ് ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹൗ ദിസ് ഔട്ട്പുട്ട് വാരീസ് ഡിപ്പെൻഡിങ് ഓൺ പ്രീവിയസ് ഔട്ട്പുട്ട് Qn ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഇൻപുട്ട്. അതായത് പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഞാൻ Qn എന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇവിടെ പ്രസൻറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇൻപുട്ട് ടെർമിനൽ സിംഗിൾ ഇൻപുട്ട് ടെർമിനലാണുള്ളത്, T ആണത്. ദെൻ ഈ രണ്ട് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് ഔട്ട്പുട്ട് വരുന്നതെന്നാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ. ഓക്കെ, ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. ഓക്കെ, നൗ രണ്ട് ഇൻപുട്സ് ആണ്, നമുക്ക് 4 കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യാം. 0 0 0 1 1 0 1 1. ഓക്കെ, നൗ കൺസിഡർ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ഔട്ട്പുട്ട്. അതായത് ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0, ദെൻ T ഈസ് ഓൾസോ 0. നമുക്കറിയാം whenever T ഈസ് ഈക്വൽ ടു 0, the output will retain in the previous value itself. അതായത് T എന്നുള്ളൊരു ഇൻപുട്ടിൽ നമ്മൾ 0 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ the next output will be the previous value itself. Okay, ഇവിടെ നമുക്ക് പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ
the output will be equal to this 0 itself. Okay, next combination നോക്കുക, t is equal to 1 ആണ് അല്ലേ. t is equal to 1 ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക, പ്രീവിയസ് ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ. ഇവിടെ t is equal to 1 ആണ്, പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ് വന്നിട്ടുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു 0യുടെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. സോ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ്പിനേഷൻ കൺസിഡർ ചെയ്യുക, ടി ഈസ് ഈക്വൽ ടു 0. ടി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക, പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദെൻ what is the output value, it will be equal to 1. Then next combination t is equal to 1 ആണ്. t is equal to 1 അപ്ലൈ ചെയ്താൽ ഒരു ടോഗ്ലിംഗ് ആണ് നടക്കുന്നുണ്ടാവുക. അതായത് പ്രീവിയസ് ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഇവിടെ പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് we will get a 0 here. Okay, this is the characteristic table corresponding to the T flip-flop. Okay, by using this characteristic table we can obtain the characteristic equation. Okay, characteristic equation നമുക്ക് കിട്ടും. characteristic equation കിട്ടണമെങ്കിൽ we have to use the K map. ഇതിനകത്ത് നമുക്ക് 2 വേരിയബിൾസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ, 2 വേരിയബിൾ ആണ്. 2 വേരിയബിളിൻ്റെ ഒരു K map നമുക്ക് കൺസിഡർ ചെയ്യാം. Okay, this K map is for q n plus 1. Then the entries will be qn and t 0 1 0 1. Then we can enter the values as 0 1 then 1 and 0. Okay, then what will be the expression, we cannot group together. Then qn plus 1 is equal to, corresponding to this one, qn t bar, or corresponding to this we will get qn bar t. Okay, this will be the characteristic equation of a T flip-flop. Okay, now let's see its internal circuit diagrams also. This is the circuit diagram of JK flip-flop. To obtain a T flip-flop by using this JK flip-flop, we have to just join these two inputs. അതായത് J and K എന്നുള്ള 2 ഇൻപുട്ട്സ് ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we can obtain a T flip-flop. This input will be considered as the single input T. Then this clock will be taken outside. Okay, it will act as the clock input of T flip-flop. Now if we are applying a 0 at this input, both the J and K will be equal to 0. അതായത് ഈ ഒരു T എന്നുള്ളൊരു ഇൻപുട്ടിൽ നമ്മൾ 0 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ J and K will be equal to T because this T is connected to both the J and K input. Okay, നമുക്കറിയാം J and K is equal to 0 0 ആണ് വരുന്നതെങ്കിൽ the output will retain at the previous value itself. Qn plus 1 will be equal to Qn. Okay, that is T is equal to 0 ആവുന്ന സമയത്ത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മെമ്മറി എലമെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. It will retain in the previous memory itself, previous output itself. Okay, then if we are applying a 1 at this input, what will happen, T is equal to 1 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ both this J and K will be equal to 1. We know that whenever JK is equal to 1 1 there will be a toggling, that is the output will be the complement of the previous one. Okay, that is അതായത് ഇവിടെ ഒരു T is equal to 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ടോഗ്ലിംഗ് എന്നുള്ളൊരു ആക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കും. Okay, that is very simple. That is if we know the working of the JK flip-flop we can explain the operation of T flip-flop also. Okay, നമ്മൾ ഈ JK flip-flopൻ്റെ വർക്കിംഗ് ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് JK flip-flopൻ്റെ സർക്യൂട്ട് തന്നെയാണ്, യൂസിങ് NOR ഗേറ്റ് ആണ്. സെയിം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ്. വി ഹാവ് ടു ജോയിൻ ദിസ് J ആൻഡ് K ഇൻപുട്ട്സ് ടുഗദർ ആൻഡ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട് ആസ് എ സിംഗിൾ ഇൻപുട്ട് വിച്ച് ഈസ് T. ഓക്കെ, ദെൻ ഓപ്പറേഷൻസ് എല്ലാം സെയിം ആണ് വരുന്നത്. ഓക്കെ, NAND ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള T flip-flop ആൻഡ് NOR ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള T flip-flopൻ്റെ സർക്യൂട്ട് ഡയഗ്രാംസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ T flip-flops.